ഹലോ ഹായ് ഇറ്റ്സ് മീ ഒരു സിനിമ ചേട്ടൻ. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിലെ കൾട്ട് ക്ലാസിക്സ് എന്ന് പറയാൻ പറ്റുന്ന തമിഴിലെ വളരെ മികച്ച ഒരു 10 ഫീൽ ഗുഡ് മൂവീസിന്റെ വിശേഷങ്ങളാണ്. അധികം ആരും കാണാൻ സാധ്യതയില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു 10 ചിത്രങ്ങളാണ്. അഥവാ കണ്ടവരുണ്ടെങ്കിൽ മൂവീസ് എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മൂവീസിന്റെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഞാൻ ഈ പറയാൻ പോകുന്ന 10 ചിത്രങ്ങളുടെയും ഡൗൺലോഡ് ലിങ്കുകൾ എന്റെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ 10 ചിത്രങ്ങൾ നോക്കാം. ലെറ്റ്സ് ഗോ. 2019 ഒരു കോമഡി ഡ്രാമ ആയി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് കേടി കറുപ്പുതുരൈ. കേടി എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ, വയസ്സായി കിടപ്പിലായ അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ അവരെ ദയാവധം എന്ന പേരിൽ മക്കൾ തന്നെ കൊന്നുകളയുന്ന ഒരു സമ്പ്രദായമുള്ള ഒരു നാട്. അങ്ങനെ ഇതിലെ മുഖ്യ കഥാപാത്രമായ നമ്മുടെ കറുപ്പുതുരൈ വാർദ്ധക്യ സംബന്ധമായ കുറച്ച് അസുഖങ്ങളാൽ കിടപ്പിലാണ്. അങ്ങനെ ഈ മക്കൾ തന്നെ കറുപ്പുതുരയെ കൊല്ലാനായി തീരുമാനിക്കുന്നു. അങ്ങനെ ഇത് മനസ്സിലാക്കിയ നമ്മുടെ കറുപ്പുതുരൈ ഒരു രാത്രി ആ നാട് വിടുകയാണ്. ശേഷം ആ നാട് വിട്ട ശേഷം അദ്ദേഹത്തിന്റെ കുറെ അലച്ചിലാണ്. ആ അലച്ചിലിനൊടുവിൽ അദ്ദേഹം ഒരു അനാഥനായി തെരുവിൽ കഴിയുന്ന ഒരു കൊച്ചു പയ്യനെ പരിചയപ്പെടുകയാണ്. ശേഷം തുടർന്ന് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് സംഭവങ്ങളാണ് കറുപ്പുതുരൈ കേടി എന്ന ഈ ഒരു ചിത്രത്തിൽ പറയുന്നത്. വളരെ അണ്ടർറേറ്റഡ് ആയിട്ടുള്ള വളരെ ഗംഭീരമായ ഒരു ചിത്രം തന്നെയാണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കാണാൻ ശ്രമിക്കുക. 8.5 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ രണ്ടാമത്തെ ചിത്രമെന്നു. നീ എത്ര നാളേക്ക് അവനോട് ഇരുന്നിട്ട് മുടിക്കും? 2014 തമിഴിൽ ഒരു ഡ്രാമയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ടുലെറ്റ്. ടുലെറ്റ് എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കി. അസിസ്റ്റന്റ് ഡയറക്ടറായ ഇളങ്കോയും ഭാര്യയും മകനുമായി ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുകയാണ്. അങ്ങനെ പോകെ കൂടിയ വാടകയ്ക്ക് IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന മറ്റൊരു ഫാമിലിക്ക് ഇതേ അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് കൊടുക്കാനായി നമ്മുടെ ഹൗസ് ഓണർ തീരുമാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കഥാനായകൻ ഒരു 30 ദിവസത്തെ അവധി കൊടുക്കുകയാണ്. അതായത് ഈ വീട്ടിൽ നിന്ന് മാറാനായി ഒരു 30 ദിവസം സമയം കൊടുക്കുകയാണ്. ഈ 30 ദിവസത്തിനുള്ളിൽ അദ്ദേഹം മറ്റൊരു വീട് കണ്ടുപിടിക്കാനായുള്ള ശ്രമങ്ങളും അതിൽ നേരിടേണ്ടി വരുന്ന ഒരുപാട് കഷ്ടതകളും ഒക്കെയാണ് ഈ ഒരു ടുലെറ്റ് എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട്. വളരെ തീർച്ചയായും ഗംഭീരമായി മനോഹരമായി തന്നെ കണ്ടിരിക്കാൻ സാധിക്കുന്ന നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് ടുലെറ്റ് എന്ന ഈ ഒരു ചിത്രം. നാഷണൽ അവാർഡ് വിന്നിംഗ് ചിത്രമാണ്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായി ഇപ്പൊ തന്നെ ടെലഗ്രാം ചാനൽ പോയി കാണാനായി ശ്രമിക്കുക. 8 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ മൂന്നാമത്തെ ചിത്രം എന്ന് നോക്കാം. 4000 വാടക, 40,000 അഡ്വാൻസ്, വാസല കോളം പോട മുറ വാസൽക്ക് 300. 2014 ഒരു ഡ്രാമ ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് കുട്രം കടിതൽ. കുട്രം കടിതൽ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ, ഒരു ക്ലാസ് ടീച്ചറിന്റെ ലീവിനെ തുടർന്ന് പകരം ക്ലാസ് എടുക്കാനായി മറ്റൊരു ടീച്ചർ ആ ക്ലാസ്സിലേക്ക് വരികയാണ്. അതാണ് നമ്മുടെ കഥാനായിക മെർലിൻ. അങ്ങനെ നമ്മുടെ മെർലിൻ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചെഴിയൻ എന്ന ഒരു സ്റ്റുഡന്റ്, വളരെ അഹങ്കാരിയായ ഒരു സ്റ്റുഡന്റ്, ആ ക്ലാസ്സിനെ ഒരുപാട് തരത്തിൽ ഡിസ്റ്റർബ് ചെയ്യുകയാണ്. അതായത് ആ ടീച്ചർക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്ത വിധം അവൻ ഓരോ അലമ്പുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം സഹികെട്ട് നമ്മുടെ ഈ മെർലിൻ ടീച്ചർ ആ കുട്ടിയെ തല്ലുകയാണ്. അങ്ങനെ ആ തല്ലുകൊണ്ട ചെഴിയൻ എന്ന ആ കുട്ടി അവിടെ ബോധം കെട്ട് വീഴുകയും തുടർന്ന് കോമാ സ്റ്റേജിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നു. തുടർന്ന് ആ ടീച്ചറിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് ട്രാജഡീസ് ആണ് ചിത്രം പറയുന്നത്. തീർച്ചയായും ഗംഭീരമായി തന്നെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ് കുട്രം കടിതൽ എന്ന ഈ ഒരു ചിത്രം. കണ്ടിട്ടില്ലാത്തതുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്റെ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 7.8 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ നാലാമത്തെ ചിത്രമായിരുന്നു. 4 வருஷத்துக்கு முன்னாடி எங்க பொண்ணு ஆக்சிடென்ட்ல செத்து போயிடுச்சு. நீங்க கிளம்புங்க பிரதர், இல்லனா நான் போலீஸை கூப்பிட வேண்டிய. 2015 ഒരു ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് റേഡിയോ പെട്ടി. റേഡിയോ പെട്ടി എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ, പാരമ്പര്യമായി കൈമാറി കിട്ടിയ ഒരു റേഡിയോ പെട്ടി അത് തന്റെ 80ാമത്തെ വയസ്സിലും കേട്ടുകൊണ്ടിരിക്കുന്ന വൃദ്ധനായ ഒരു കഥാപാത്രമാണ് നമ്മുടെ ഇതിലെ കഥാനായകൻ. അതായത് ആ വൃദ്ധന്റെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേഡിയോ തന്നെയാണ്. ആ റേഡിയോ ഇല്ലാതെ അയാൾക്ക് ഒന്നും തന്നെ ഇല്ല. അങ്ങനെ പെട്ടെന്നൊരു സമയത്ത് ആ റേഡിയോ കേടാവുകയാണ്. ആ റേഡിയോ കേടായതിനെ തുടർന്ന് ആ വൃദ്ധന്റെ മാനസിക നില തന്നെ തെറ്റാനായിട്ട് ഇടയാവുകയാണ്. അങ്ങനെ ശേഷം അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തിന്റെ മക്കൾക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരുപാട് സംഭവങ്ങളാണ് ചിത്രത്തിന്റെ പ്ലോട്ട് എന്ന് പറയാം. തീർച്ചയായും ഗംഭീരമായി കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. ഒരുപാട് അവാർഡുകളൊക്കെ നേടിയ ഒരു ചിത്രമാണ് ഈ ഒരു റേഡിയോ പെട്ടി എന്ന ഒരു ചിത്രം. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ടെലഗ്രാം ചാനൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 7.1 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ അഞ്ചാമത്തെ ചിത്രമായിരുന്നു. இவர் பைத்தியங்கிறீங்களா? நான் பைத்தியமாவே இருந்துட்டு போறேன். என்னை பத்தி யாரும் கவலைப்பட வேண்டாம். 2019 ഒരു കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ദ മോസ്കിറ്റോ ഫിലോസഫി. ദ മോസ്കിറ്റോ ഫിലോസഫി എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ, നമ്മുടെ ഇതിലെ കഥാനായകൻ ഒരു സമയത്ത് ഒരു സർപ്രൈസ് പൊട്ടിക്കുകയാണ്.
അതായത് തന്റെ ഫ്രണ്ട്സിനോട് പറയുകയാണ്, എനിക്ക് കുറച്ച് മദ്യവും ടച്ചപ്പും ഒക്കെ വാങ്ങി തന്നു കഴിഞ്ഞാൽ ഞാനൊരു സർപ്രൈസ് പറയാം എന്നൊരു വാർത്ത പുറപ്പെടുവിക്കുകയാണ്. തുടർന്ന് ആ സർപ്രൈസിനെ പിന്തുടർന്നുകൊണ്ടുള്ള ചില സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ കഥയുടെ പ്ലോട്ട് എന്ന് പറയാം. തീർച്ചയായും ഗംഭീരമായി തന്നെ കണ്ടിരിക്കാൻ സാധിക്കും. മറ്റൊരു വലിയൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ സിനിമയ്ക്ക്. അതായത് ഈ ചിത്രത്തിന്റെ ക്രൂ മെമ്പേഴ്സ് ഒരു വൈകുന്നേരം ഈ ചിത്രത്തെ പറ്റി പ്ലാൻ ചെയ്യുകയും അടുത്ത ദിവസം തന്നെ ഷൂട്ട് ചെയ്യുകയും ചെയ്ത ഒരു ഗംഭീരമായ ഒരു ചിത്രമാണ്. അതായത് സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഷൂട്ട് ചെയ്തു എന്നാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നത്. തീർച്ചയായും മനോഹരമായ ഒരു വൺ ടൈം വാച്ചബിളായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു മനോഹരമായ ഒരു ചിത്രം തന്നെയാണ് ദ മോസ്കിറ്റോ ഫിലോസഫി എന്ന ഈ ഒരു ചിത്രം. 6.9 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ 6ാമത്തെ ചിത്രമായിരുന്നു. இதுதான் மஸ்கிட்டோ ஃபிலாசபி நான் இப்போ கண்டுபிடிச்சது. 2016 ഒരു ഡ്രാമ ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് സംടൈംസ്, ചില സമയങ്ങളിൽ. സംടൈംസ് എന്ന ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അതായത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിന്റെ ലെജൻഡറി ഡയറക്ടറായ പ്രിയദർശനാണ് ഈ ഒരു ചിത്രം അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ഒരു ക്ലിനിക്കിൽ മുഴുവനായും ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ചിത്രമാണ് ഈ ഒരു സംടൈംസ് എന്നുള്ളത്. ഒരു ക്ലിനിക്കിൽ ഒരു 7 പേര് HIV ടെസ്റ്റിനായി എത്തുകയാണ്. ടെസ്റ്റിന് കൊടുത്ത ശേഷം അടുത്ത റിസൾട്ടിന് വേണ്ടി, അതായത് ഈ 7 പേർക്ക് ഒരു നെഞ്ചിടിപ്പാണ്, തന്റെ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കുമോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കുമോ എന്നൊക്കെ ഉള്ളതിന്റെ ഒരു നെഞ്ചിടിപ്പാണ് കാണിക്കുന്നത്. തുടർന്ന് നമ്മുടെ ഇതിലെ കഥാനായകൻ ആ ക്ലിനിക്കിനെ തന്നെ ഒരു സ്റ്റാഫിന് കുറച്ച് കാശൊക്കെ കൊടുത്തിട്ട് റിസൾട്ട് കുറച്ച് നേരത്തെ അറിയാനായി കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തുന്നു. അങ്ങനെ ആ സ്റ്റാഫ് ഈ റിസൾട്ട് ചോർത്തുകയും ഇതിൽ ഒരാൾക്ക് മാത്രം പോസിറ്റീവ് എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. പക്ഷെ അത് ആർക്കാണെന്നുള്ളത് അവസാനം വരെ റിവീൽ ചെയ്യുന്നില്ല. തുടർന്ന് നടക്കുന്ന ഗംഭീരമായ നെഞ്ചിടിപ്പുള്ള കുറെ നിമിഷങ്ങളാണ് സംടൈംസ് എന്ന ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായും വളരെയധികം ഗംഭീരമായി തന്നെ ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ സാധിക്കുന്ന വളരെ ഗംഭീരമായ ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ് ചില സമയങ്ങളിൽ എന്ന ഈ ഒരു ചിത്രം. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ടെലഗ്രാം ചാനൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 7.2 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ 7ാമത്തെ ചിത്രമായിരുന്നു. 2019 ഒരു ഡ്രാമയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് സെത്തും 1000 പൊൺ. സെത്തും 1000 പൊൺ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ, പട്ടണത്തിൽ നിന്നും ഒരു പരിഷ്കാരിയായ പെൺകുട്ടി ഒരു ഉൾഗ്രാമത്തിലേക്ക് തന്റെ പാട്ടിയെ കാണാനായി എത്തുകയാണ്. അതായത് വർഷങ്ങളായി തന്റെ ആ പെൺകുട്ടിയുടെ അച്ഛനും ഈ അമ്മുമ്മയും തമ്മിൽ വലിയൊരു പിണക്കത്തിലാണ്. അപ്പൊ ഈ പിണക്കത്തെ മറികടന്നുകൊണ്ട് ആ കൊച്ചുമോള് അമ്മാമ്മയെ കാണാനായി നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. തുടർന്ന് ആ പരിഷ്കാരിയായ പെൺകുട്ടി ആ ഗ്രാമപ്രദേശത്തെ അറിയുകയും ആ ഗ്രാമത്തിന്റെ നന്മകളെ തിരിച്ചറിയുകയും അവിടെയുള്ള മനുഷ്യരെ അറിയുകയൊക്കെ ചെയ്യുന്ന ഗംഭീരമായ ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. വളരെയധികം സ്ലോ പേസിൽ കഥ പറഞ്ഞു പോയിട്ടുള്ള ഒരു ചിത്രമാണ്. എന്നിരുന്നാൽ പോലും അധികമൊന്നും ബോറടിക്കാതെ ആ തമിഴ്നാടിന്റെ മനോഹാരിതയൊക്കെ കണ്ടിരുന്ന് വളരെ ഗംഭീരമായിട്ട് തന്നെ ആസ്വദിക്കാൻ കഴിയുന്ന നല്ലൊരു ചിത്രം തന്നെയാണ് സെത്തും 1000 പൊൺ എന്ന ഈ ഒരു ചിത്രം. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ടെലഗ്രാം ചാനൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. 7.3 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ 8ാമത്തെ ചിത്രമാണ്. இதெல்லாம் உனக்கு புரியாதப்பதா, இதுக்கு பேரு தான் ஃபீலிங்ஸ். 2018 ഒരു ഡ്രാമയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ഭാരം. ഭാരം എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ KD എന്ന ചിത്രത്തിന്റെ ഒരു സെയിം പ്ലോട്ടൊക്കെ തന്നെയാണ്. അതായത് തലൈക്കുത്തൽ എന്ന ഒരു സമ്പ്രദായമുള്ള ഒരു ഗ്രാമം. ഈ തലൈക്കുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സായ ആൾക്കാർക്ക് അവരുടെ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, അതായത് വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങൾ കാരണം കിടപ്പിലാവുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മക്കൾ തന്നെ അവരെ കൊന്നു കളയുന്ന ആ ഒരു രീതിയുള്ള ഒരു ഗ്രാമമാണ്. അങ്ങനെ ഇതിലെ സെക്യൂരിറ്റി ഓഫീസറായ ഒരു ATM സെക്യൂരിറ്റി ആയ നമ്മുടെ കഥാപാത്രം ഒരു സമയത്ത് ആ കഥാപാത്രത്തിന് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. അങ്ങനെ ഈ ആക്സിഡന്റിനെ തുടർന്ന് അദ്ദേഹത്തിന് എണീക്കാൻ വയ്യാതെ ഒരിടത്ത് കിടപ്പിലായി പോവുകയാണ്. തുടർന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് ഭാരം എന്ന ഈ ഒരു ചിത്രത്തിൽ പറയുന്നത്. വളരെ ഗംഭീരമായ ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. നിരവധി പുരസ്കാരങ്ങളൊക്കെ ലഭിച്ച ഒരു ചിത്രമാണ് ഈ ഒരു ഭാരം. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ടെലഗ്രാം ചാനൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. 8 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ 9ാമത്തെ ചിത്രമായിരുന്നു. இப்ப யார்ட்ட காசு இருக்கு நீ ஆபரேஷன் இருக்க? அந்த ஆள் பெயிண்ட் வச்சாலே என்னால போய் கழுவலாம் முடியாது. 2008 ഒരു ഡ്രാമ ട്രാജഡിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് കാഞ്ചീവരം. പ്രകാശ് രാജാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വളരെ ഗംഭീരമായ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു പ്രകാശ് രാജിന്റേത്. പട്ടുസാരി തുന്നുന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ കഥാനായകൻ പ്രകാശ് രാജിന് തന്റെ വിവാഹത്തിന് ഭാര്യയെ പട്ടുസാരി ഉടുപ്പിച്ച് കൊണ്ടുവരണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം നിറവേറ്റാനായി സാധിക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് മക്കൾ ജനിക്കുകയും തന്റെ മകളെയെങ്കിലും ഇതുപോലെ കല്യാണത്തിന് പട്ടുസാരി ഉടുപ്പിച്ച് കൊണ്ടുപോകണം എന്ന ഒരു ആഗ്രഹം അദ്ദേഹം മനസ്സിൽ വെക്കുകയാണ്. പക്ഷെ ആ ആഗ്രഹവും നടക്കാനായി അദ്ദേഹത്തിന് ഒരുപാട് തടസ്സങ്ങൾ വന്ന് ഭവിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ചെറിയൊരു ആഗ്രഹത്തിന് എന്തൊക്കെ തടസ്സങ്ങളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത് എന്നൊക്കെ ഉള്ള തീർത്തും മനോഹരമായ ഗംഭീരമായ ഒരു ചിത്രം തന്നെയാണ് കാഞ്ചീവരം എന്ന ഈ ഒരു ചിത്രം. 2008 ഇറങ്ങിയ മൂവിയാണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അത്രയധികം മനോഹരമായ ഗംഭീരമായ ഒരു മൂവി തന്നെയാണ്. നിരവധി അവാർഡുകളൊക്കെ കിട്ടിയ ഒരു ചിത്രമാണ്. 8.2 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 10ാമത്തെ ചിത്രമായിരുന്നു. സൂര്യനും ചന്ദ്രനും സാമരങ്ങൾ വീസിട நம்ம நினைச்சு பார்க்க முடியுமா? 2019 ഒരു ഡ്രാമ ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് മാരതി.
മാടതി എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ താഴ്ന്ന ജാതി എന്ന പേരിൽ മുദ്രകുത്തി ഒരു ഗ്രാമത്തിൽ തന്നെ ഒളിച്ചു കഴിയേണ്ട അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു കുടുംബം. ശേഷം ആ കുടുംബത്തിന് ആ ഗ്രാമവാസികളിൽ നിന്നും നേരിടേണ്ടി വരുന്ന ഒരുപാട് കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ കഥ പറയുന്ന ഒരു ചിത്രമാണ് മാടതി എന്ന ഈ ഒരു ചിത്രം. തീർത്തും ഗംഭീരമായ ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായി ഇപ്പൊ തന്നെ എന്റെ ടെലഗ്രാം ചാനൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 7.4 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റ്. யாரது சாமி நான் தாங்க தீண்ட வேணாத்தி சாமத்திலே போய் தொலை வேண்டியதானே. അപ്പൊ ഇതൊക്കെയാണ് തമിഴിൽ ഇറങ്ങിയിട്ടുള്ള ആ ഒരു 10 ക്ലാസിക് മൂവീസിന്റെ വിശേഷങ്ങൾ. തുടർന്ന് നിങ്ങൾക്ക് അറിയാവുന്ന മറ്റു സിനിമകൾ ഉണ്ടെങ്കിൽ ഉറപ്പായും കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പൊ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു ഗംഭീരമായ എപ്പിസോഡുമായി കാണുന്നവരെ ബൈ ബൈ.